Good morning. We can see what is management by exception. Okay, so management by exception is a system of identification and communication that signals to the manager when his attention is needed. അതായത് ഇറ്റ് ഈസ് എ പ്രാക്ടീസ് വെയർ ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് ഫ്രം എ ബഡ്ജറ്റ് ഓർ പ്ലാൻ ആർ ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ്. അതായത് ഇതൊരു തരം എംപ്ലോയി എംപവർമെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റൈലാണ്. അതായത് മാനേജേഴ്സ് ഇൻ്റർവീൻ ഓൺലി വെൻ ദിയർ എംപ്ലോയീസ് ഫെയിൽസ് ടു മീറ്റ് ദിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഓർ ബഡ്ജറ്റ് ഓർ വെൻ തിങ്സ് ഗോ റോങ്. അതായത് മാനേജ്മെൻറ്റ് ആദ്യം ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എംപ്ലോയി അതിൽ നിന്ന് വെൻ എംപ്ലോയി ഫെയിൽസ് ടു മീറ്റ് ദിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ദെൻ ഓൺലി ദ മാനേജർ ഇൻ്റർവീൻസ് എന്നാണ് പറയുന്നത്. അല്ലാതെ സാധാരണ കാര്യങ്ങളിൽ ഫുൾ ഫ്രീഡം ആർക്ക് കൊടുക്കുന്നു? എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് കൊടുക്കുന്നു. അവർ ഈ മീറ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ, അതായത് പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, എക്സെപ്ഷണൽ മാറ്റേഴ്സിൽ മാത്രം ആര് ഇടപെടുന്നു? മാനേജ്മെൻറ്റ് ഇടപെടുന്നു. ആ ഒരു എന്താ പറയുക, ഒരു ഫിലോസഫിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പോളിസി മാനേജ്മെൻറ്റ് സ്റ്റൈലിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. So the idea behind it is that management's attention will be focused only on those areas in need of action. അതായത് ഇപ്പം വർക്കേഴ്സ്, ഇഫ് ദ പേഴ്സണൽ ഇസ് പെർഫോമിങ് ആസ് എക്സ്പെക്റ്റഡ് ദ മാനേജ്മെൻറ്റ് വിൽ ടേക്ക് നോ ആക്ഷൻ. വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്, മാനേജ്മെൻറ്റ് അതിൽ ഇടപെടുന്നേ ഇല്ലേ. എവിടെയാണോ ഡീവിയേഷൻസ് വരുന്നത് ആ സമയത്ത് കയറി മാനേജ്മെൻറ്റ് ഇടപെടുന്നു. ആ ഒരു സ്റ്റൈൽ, മാനേജ്മെൻറ്റ് സ്റ്റൈലിന് പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. Okay. So under management by exception, it is necessary that the control systems for efficiency and effectiveness are designed in such a way that they can point out exception. എവിടെയാണ് വ്യത്യാസം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും, ആ ഒരു രീതിയിലായിരിക്കണം. സോ ഇറ്റ് അലൗസ് മാനേജേഴ്സ് ടു ഡിറ്റക്ട് ദോസ് പ്ലേസസ് വെയർ ദെയർ അറ്റൻഷൻ ഇസ് നീഡഡ് ആൻഡ് ഷുഡ് ബി given. അതായത് മാനേജേഴ്സ് ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ എക്സെപ്ഷൻസ് ഫ്രം പ്ലാൻഡ് പെർഫോമൻസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് സിമിലർ ടു വൈറ്റൽ സൈൻസ് മോണിറ്ററിങ് സിസ്റ്റംസ് ഇൻ ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് നമ്മൾ എന്ത് വെച്ച് കൊടുക്കുന്നു? when the patient's vital signs goes outside the range programmed into the machine, an alarm sounds and staff runs to rescue. അതായത് ഇഫ് മെഷീൻ ഇസ് ക്വയറ്റ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ദ പേഷ്യൻ്റ് ഇസ് സ്റ്റേബിൾ ആൻഡ് ദേ വിൽ റിസീവ് ഓൺലി റെഗുലർ അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനും പോകുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എനേബിൾസ് ദ മാനേജ്മെൻറ്റ് ടു ലൊക്കേറ്റ് ദ എസെൻഷ്യൽ ഫ്രം നോൺ എസെൻഷ്യൽ, സ്പെഷ്യൽ ഫ്രം ജനറൽ ആൻഡ് എക്സെപ്ഷൻ ഫ്രം റുട്ടീൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഓൺലി മാനേജ്മെൻറ്റ് വിൽ ഇൻ്റർഫിയർ അല്ലെങ്കിൽ ഇൻ്റർവീൻ ഇൻ എക്സെപ്ഷണൽ മാറ്റേഴ്സ് ഓൺലി. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ക്യാൻ ഓൾസോ ബി വ്യൂഡ് ഫ്രം അനദർ ആംഗിൾ, ദറ്റ് ഈസ് അറ്റ് മൈക്രോ ലെവൽ എവറി മാനേജറിയൽ ജോബ് ഹാസ് എ നെസസറി എലമെൻറ്റ് ആൻഡ് എ ഡിസ്ക്രിഷണറി എലമെൻറ്റ് എന്നാണ് പറയുന്നത്. അണ്ടർ MBE, അതായത് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, ദ ഡിസ്ക്രിഷണറി എലമെൻറ്റ്സ് ആർ ടേക്കൺ കെയർ ഓഫ് ബൈ ദി മാനേജ്മെൻറ്റ്, വൈൽ നെസസറി എലമെൻറ്റ്സ് ആർ എൻട്രസ്റ്റഡ് ടു ദ സബോർഡിനേറ്റ് സ്റ്റാഫ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ MBE ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ആർ ദ കോമ്പണൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നാണ് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഹാസ് 6 ബേസിക് ഇൻഗ്രീഡിയൻസ്. അതായത് മെഷർമെൻറ്റ്, പ്രൊജക്ഷൻ, സെലക്ഷൻ, ഒബ്സർവേഷൻ, കമ്പാരിസൺ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ തിങ്സ് ദാറ്റ് മസ്റ്റ് ബി ടേക്കൺ ഇൻ പ്ലേസ് ടു മേക്ക് MBE വർക്ക് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം വേണ്ടത് an appropriate budget to measure performance against. അതായത് ദിസ് ബഡ്ജറ്റ് മസ്റ്റ് ബി വെൽ ഡിസൈൻഡ്. അതായത് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കൃത്യമായിട്ടുള്ളതായിരിക്കണം. സോ ദാറ്റ് ദ ബിസിനസ് വിൽ മീറ്റ് ഇറ്റ്സ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ഇഫ് പ്ലാൻ ഇസ് കൺഫേംഡ് വിത്ത്. ഓക്കെ,
പിന്നെ അതേപോലെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാട്രിക്സ് ഓഫ് എക്സെപ്ഷൻ എമൗണ്ട്സ് ആൻഡ് ഹൂ വിൽ നോട്ടിഫൈഡ്. അതായത് ഇൻ സം കേസസ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് വേരിയൻസസ് വിൽ ബി ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. Example, rupees 5,000 variance might be reported to a department manager, while 50,000 variance is brought to the attention of the functional VP. So, ഒരു മാട്രിക്സ് ഉണ്ടായിരിക്കണം എന്നുള്ള മാട്രിക്സ് ഓഫ് എക്സെപ്ഷൻ എമൗണ്ട്സ് ആൻഡ് ഹൂ വിൽ ബി നോട്ടിഫൈഡ്. ദെൻ എ ടൈംലി ആൻഡ് ആക്യുറേറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം വേണം. അതായത് ഇൻഫർമേഷൻ നീഡ്സ് ടു ബി ആക്യുറേറ്റ്ലി ക്യാപ്ചേർഡ് ആൻഡ് കമ്പയർഡ് ടു ദി ഓവറോൾ ബഡ്ജറ്റ് ഓൺ എ റെഗുലർ ബേസിസ്. അപ്പോൾ എക്സെപ്ഷൻസ് നീഡ് ടു ബി നോട്ടഡ് so that information can be sent to the correct team members. Okay, so once these items are present, the process can be rolled out to all staff. Anything that falls outside the budget by an amount as defined in the matrix of exception will be sent to the appropriate levels of management for review and action. Otherwise, staff is in charge of ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 കോമ്പണൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മെഷർമെൻറ്റ്. മെഷർമെൻറ്റ് അസൈൻസ് വാല്യൂസ് ടു പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫോമൻസ്. സോ ദിസ് ഈസ് നെസസറി ബിക്കോസ് വിത്തൗട്ട് മെഷർമെൻറ്റ് ഓഫ് സം കൈൻഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഐഡൻറ്റിഫൈ ആൻ എക്സെപ്ഷൻ. അപ്പോൾ എപ്പോഴും ഒരു അളവ് പോലെ വേണം. ദെൻ പ്രൊജക്ഷൻ. Here expected future performance levels are estimated from the measurements already given. അപ്പോൾ എവിടെയാണോ പ്രൊജക്ഷൻ ഇസ് നീഡഡ് ആ ഒരു അതുണ്ടായിരിക്കണം. ഹിയർ എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത് ഏതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഫ്രം ദ മെഷർമെൻറ്റ്സ് ഓൾറെഡി ഗിവൺ. Then selection. This involves the criteria which management will use to follow progress towards ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരുവിധം എല്ലാ കാര്യങ്ങളിലും എംപ്ലോയീസ് ചെയ്യുന്നു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ. പക്ഷേ എവിടെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു അറ്റൻഷൻ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ. Then observations. This is actual recording of current performance. Thus managers become aware of the current state of affairs in the organization. അതായത് ഇടപെടണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് അറിയണം. So observation is needed. Then comparison. So this makes comparison of actual and പ്ലാൻഡ് പെർഫോമൻസ്. അതായത് എങ്ങനെയായിരുന്നു ബഡ്ജറ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, എങ്ങനെയാണ് ആക്ച്വൽ പെർഫോമൻസ് എംപ്ലോയീസ് ചെയ്തിരിക്കുന്നത്, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഐഡൻറ്റിഫൈസ് ദ എക്സെപ്ഷൻസ് ദാറ്റ് റിക്വയർ ദി അറ്റൻഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ്. ദിസ് ഇസ് ഓൾസോ അനദർ കോമ്പണൻറ്റ്, അതായത് കമ്പാരിസൺ. ലാസ്റ്റ് വൺ decision making. It prescribes the action to be taken to bring performance back into control or to adjust expectations to reflect changing conditions. Okay, so this MBE എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ superior's attention is drawn only in the case of exceptional differences between പ്ലാൻഡ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാൻഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും കമ്പയർ ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധ ചെലുത്തുക. മനസ്സിലായല്ലോ? അങ്ങനെയാണ് MPEയിൽ ചെയ്യുന്നത്. അതായത് സുപ്പീരിയേഴ്സ് അറ്റൻഷൻ ഇസ് ഡ്രോൺ ഓൺലി ഓൺ എക്സെപ്ഷണൽ മാറ്റേഴ്സ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് MPE നോക്കാം. അതായത് ദ പ്രോസസ് ഫോക്കസസ് മാനേജ്മെൻറ്റ് ടൈം ആൻഡ് അറ്റൻഷൻ ഓൺ ദ മോസ്റ്റ് ക്രിട്ടിക്കൽ വേരിയൻസസ് വിച്ച് ഷുഡ് ബി മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ടൈം. അതായത് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാം, അവരുടെ വിലപ്പെട്ട സമയം ഓൺ എന്താണോ എക്സെപ്ഷണൽ മാറ്റേഴ്സ് അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം എംപ്ലോയീസ് നോക്കിക്കോളും. ദ പ്രോസസ് അലൗസ് സ്റ്റാഫ് ടു ഹാൻഡിൽ ഡെയിലി ഓപ്പറേഷൻസ് of the business plan independent of management. അതായത് managers only step in when variances reach the threshold. This should give management more time for other functions such as strategic planning. അതേപോലെ എംപ്ലോയീസിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഡെയിലി അതായത് ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് മാനേജേഴ്സിന് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ദേ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ അതർ ഫങ്ഷൻസ്, സ്ട്രാറ്റജിക് പ്ലാനിങ് ഒക്കെ എടുക്കാം. അതായത് ഹയർ ലെവൽ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ക്യാൻ ഡിവോട്ട് ദെയർ ടൈം. സോ അത് സാധാ സ്റ്റാഫ് എന്ത് ചെയ്തോളും, സാധാ റുട്ടീൻ വർക്ക് നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ളത്. ഫസ്റ്റ് വൺ എഫിഷ്യൻറ്റ് ടൈം ഓഫ് മാനേജ്മെൻറ്റ്, ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതായത് മാനേജ്മെൻറ്റ് MBE സേവ്സ് എക്സിക്യൂട്ടീവ്സ് ടൈം ബിക്കോസ് ദേ അപ്ലൈ ദംസെൽസ് ഓൺ ഫ്യുവർ പ്രോബ്ലംസ്. ഓക്കെ,
സോ അതാണ് എഫിഷ്യൻറ്റ് ടൈം മാനേജ്മെൻറ്റ്. ദെൻ ഫോക്കസ് അറ്റൻഷൻ ഓൺ മേജർ പ്രോബ്ലംസ് ഓൺലി. നമുക്കറിയാം MBEയിൽ എന്താ ചെയ്യുന്നത്, ഇറ്റ് കോൺസെൻട്രേറ്റ്സ് എക്സിക്യൂട്ടീവ്സ് എഫേർട്സ് ഓൺ മേജർ പ്രോബ്ലംസ് ഓൺലി. Okay, so instead of spreading managerial attention across all sorts of problems, it is placed selectively where and when it is needed. So this ensures better utilization of managerial talents. ദെൻ തേർഡ് വൺ സ്റ്റാഫ് മോട്ടിവേഷൻ. ഞാൻ പറഞ്ഞല്ലോ സ്റ്റാഫിനൊരു മോട്ടിവേഷനാണ്, കാരണം അവർ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ്, MBE ഫെസിലിറ്റേറ്റ് ബെറ്റർ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റീസ്. സോ ഇറ്റ് ഇൻക്രീസസ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡ്സ് better opportunities for self-motivated personnel in the organization. Okay, then comes trend analysis. Trend analysis എന്ന് പറഞ്ഞാൽ measurements are based on past and present data which form the basis for projection. So thus managers can review the past, view the present and foresee the future, keeping up with the ട്രെൻഡ്സ്. അതായത് അവർ ആ ക്രൈറ്റീരിയൻ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, പാസ്റ്റ് നോക്കും, എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് മെഷർമെൻറ്റ്സ്, അതായത് മെഷർ ചെയ്യുന്നത്, അവർ നോക്കുന്നത് എവിടേക്കാണ് എന്തൊക്കെയാണ് അറ്റൻഷൻ നീഡഡ് എന്നുള്ളത്. സോ മെഷർമെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഡാറ്റ വിച്ച് ഫോം ദ ബേസിസ് ഓഫ് പ്രൊജക്ഷൻ. സോ ദെൻ നെക്സ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വീക്ക് സ്പോട്ട്. അതാണ് വേറൊരു ഗുണം വരുന്നത്. അതായത് ഈ MBE എന്തിന് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രൈസിസ്. ബിക്കോസ് the moment any exceptional deviations occurs, the attention of higher level managers is drawn. Okay, so this facilitates quick response to weak spots in task performance. Then help performance appraisal. MPE എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് യാർഡ് സ്റ്റിക്സ് ഫോർ ജഡ്ജിങ് സിറ്റുവേഷൻസ് ആൻഡ് പീപ്പിൾ. അതായത് ഓരോ എംപ്ലോയീനെയും നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. സോ ദസ് ഇറ്റ് ഹെൽപ്സ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ ബൈ പ്രൊവൈഡിങ് മോർ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ആൻഡ് പ്രൊവൈഡ്സ് ബെറ്റർ മോട്ടിവേഷൻ ടു പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ. ദെൻ അനദർ വൺ ഇസ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. MBEനെ കൊണ്ടുള്ള വേറൊരു ഗുണമാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ the managers and the subordinate staff. So this makes the organization more cohesive, which is essential for the achievement of organizational goals. So these are the advantages of management by exception. ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ കൂടി ഇറ്റ് ഹാസ് സം ഡ്രോബാക്സ് ഓൾസോ. They are first one, the process assumes the budget is well designed, that there are no issues that need to be addressed if results match the budget. അതായത് നമ്മൾ എങ്ങനെയാണ് ഇതാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ, ബഡ്ജറ്റ് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അവിടെ യാതൊരു ഇഷ്യൂസും വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അസംഷനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ശരിക്കും അതിന് ആക്ച്വൽ സിറ്റുവേഷൻ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതേപോലെ ദ പ്രോസസ് അസ്യൂംസ് സ്റ്റാഫ് കനോട്ട് ഹാൻഡിൽ വേരിയൻസസ്, ഇൻസ്റ്റഡ് മാനേജ്മെൻറ്റ് മസ്റ്റ് ബി ബ്രോട്ട് ഇൻ. അതൊരു എന്താ പറയുക, അതും ഒരു ഡ്രോബാക്കാണ്. അതായത് എന്തെങ്കിലും വേരിയൻസസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം മാനേജേഴ്സിനെ വിളിക്കുക, അതിൽ സ്റ്റാഫ് ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ഡ്രോബാക്സ്. ദെൻ ദ പ്രോസസ് അസ്യൂംസ് ദാറ്റ് മാനേജ്മെൻറ്റ്സ് അറ്റൻഷൻ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ മിസ്റ്റേക്സ്. വെൻ സ്റ്റാഫ് മാനേജസ് ടു ബി ഡിഫൈൻഡ് പ്ലാൻ, nothing happens. When things vary, management swoops down to fix them. So this can be an unmotivating to staff na parayunnathu. Okay, so these are the disadvantages of MBE. എന്തൊക്കെയാ വരിക? ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫിക്കൽട്ടീസ് ഇൻ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ഇൻകോമ്പിറ്റൻറ്റ് മാനേജേഴ്സ്, അതായത് ഇൻഎഫിഷ്യൻറ്റ് മാനേജേഴ്സ് മേ കോസ് ഡിലേ ഇൻ പ്രോബ്ലം സോൾവിങ് എന്നാണ് പറയുന്നത്. ദെൻ റിയാക്റ്റീവ് നോട്ട് പ്രോ ആക്റ്റീവ്, അതായത് MBE നമ്മളെപ്പോഴും പറയും ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ പ്രോ ആക്റ്റീവ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു പ്രിവെൻറ്റ് എനി ഡാമേജ്, MBE എയിംസ് അറ്റ് സോൾവിങ് പ്രോബ്ലംസ് ആസ് ആൻഡ് വെൻ ദേ ഒക്കർ. ഓക്കെ, so these are the disadvantages of management by exception. So last one, management by motivation. Management by motivation എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ദ പ്രിവിലേജ് ഓഫ് ലിവിങ് തിങ്സ്. അതായത് മാനേജ്മെൻറ്റ് മസ്റ്റ് മോട്ടിവേറ്റ് പീപ്പിൾ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ടേക്കിംഗ് ദം ടു സ്ട്രൈവ് ടുവേർഡ്സ് റിയലൈസിങ് ദർ പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിലീവ്സ് ദാറ്റ് given the right conditions, human beings can be helped to find out their true nature of perfection.
അതായത് അവർക്ക് കൃത്യമായ റൈറ്റ് കണ്ടീഷൻസ് കൊടുക്കുകയാണെങ്കിൽ എന്താവാം എന്നാണ് പറയുന്നത്, അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ദേ കെൻ പെർഫോം in its fullest. Okay, so everyone is capable of achieving things. If one does not, perhaps he or she has no need to show achievement. അപ്പം എപ്പോഴും ക്രിയേറ്റ് ദ നീഡ് എന്നാണ് പറയുന്നത്. എന്താണോ നമുക്ക് വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യുക. ഓൾ അതർ തിങ്സ് നെസസറി ഫോർ സുപ്പീരിയർ ടാസ്ക് പെർഫോമൻസ് വിൽ ബി ഈതർ സപ്ലൈഡ് ഓർ ഇറ്റ്സ് ആബ്സെൻസ് വിൽ നോട്ട് ബി ഫെൽറ്റ്. ഉണ്ടാവാം, ഒന്നുകിൽ സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കുറവുണ്ട് എന്നുള്ളത് കാണിക്കാൻ പാടില്ല. ആ ഒരു രീതിയിൽ എംപ്ലോയീസിന് എന്താക്കുക ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഫിനോമിനൻ ബൈ വിച്ച് മോട്ടീവ്സ് ഓഫ് എ പേഴ്സൺ വിൽ എന്താ പറയുക കണ്ടീഷൻ ഇസ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. If there is no conflict between the personal goals of an employee and the organizational goals of his company, then that employees will be motivated to work for goals of his organization, because by doing so he will also be achieving his personal goals എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, മോട്ടിവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് മോട്ടിവേഷൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? മോട്ടിവേഷൻ ഇംപ്ലൈസ് ടേക്കിംഗ് കെയർ ഓഫ് ദി ഫോളോയിങ് പോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ ഫീലിംഗ് ഓഫ് ജോബ് സെക്യൂരിറ്റി അമംഗ് ദ എംപ്ലോയീസ്, ദെൻ പ്രൊവൈഡിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് എക്സ്പ്രഷൻ ഇൻ വൺസ് വർക്ക്, convincing the employees on the worthwhileness of the general objectives of the organization, then inspiring employees with a feeling that there is ahead of them opportunity for advancement and that such advancement will be based on മെറിറ്റ്. അത് എംപ്ലോയീസിനെ എന്താ പറയുക കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ എൻഷുറിങ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ പറയുക, ദീസ് ആർ ദ എന്താ പറയുക മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. ഓക്കെ, so management by motivation holds the view that each employee is an organic entity with a strong centrality. So അതായത് മാനേജ്മെൻറ്റ് ഓഫ് an organization has to take meticulous care in striking a golden balance between the welfare of both the institution and its employees എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രീതിയിൽ എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ആദ്യം മെത്തേഡ്സ് ഓഫ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസിൽ പറയുന്നത് ഇൻസെൻറ്റീവ്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻസെൻറ്റീവ്സ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്. അപ്പോൾ ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണ് വരുന്നത്? അതായത് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് വേരിയസ് ഇൻസെൻറ്റീവ്സ് ആർ ഓഫേർഡ്. ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ all measures which are taken to motivate employees to improve performance. അതായത് ഇൻസെൻറ്റീവ്സ് ആർ സംതിങ് വിച്ച് ആർ ഗിവൺ ഇൻ അഡീഷൻ ടു വേജസ്. അതായത് അഡീഷണൽ റെമ്യൂണറേഷൻ ഓർ ബെനിഫിറ്റ് ടു ആൻ എംപ്ലോയി ഇൻ റെക്കഗ്നേഷൻ ഓഫ് അച്ചീവ്മെൻറ്റ് ഓർ ബെറ്റർ വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ വരുന്നുണ്ട് ഇൻസെൻറ്റീവ്സ്. അതായത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? Those incentives which satisfy the subordinate by providing them rewards in terms of rupees. അതായത് മണി ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് എ ചീഫ് സോഴ്സ് ഓഫ് സാറ്റിസ്ഫൈയിങ് ദ നീഡ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ മണി എന്ന് പറഞ്ഞാൽ ഇറ്റ് നോട്ട് ഓൺലി സാറ്റിസ്ഫൈസ് ദ സൈക്കോളജിക്കൽ നീഡ്സ് ബട്ട് ഓൾസോ ദ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ നീഡ്സ്. ദെയർഫോർ ഇൻ മെനി ഫാക്ടറീസ് various wage plans and bonus schemes are introduced to motivate and stimulate the people to work. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇൻസെൻറ്റീവ്സ് ഇൻ ഡയറക്റ്റ് മോണിറ്ററി ഫോം ഓർ മെഷറബിൾ ഇൻ മോണിറ്ററി ഫോം വിച്ച് മോട്ടിവേറ്റ് പീപ്പിൾ ഫോർ ബെറ്റർ പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് യൂഷ്വലി ഓഫേർഡ് ബൈ ഓർഗനൈസേഷൻ നോക്കാം. ഫസ്റ്റ് വൺ
പേ ആൻഡ് അലവൻസസ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, സാലറി എന്ന് പറയുന്നതാണ് ബേസിക് ഇൻസെൻറ്റീവ്, സാലറി, ഡി എ ആൻഡ് സച്ച് അതർ അലവൻസസ്. ഓക്കെ, എവറി ഇയർ ദർ വിൽ ബി an increase in the salary by way of increments or enhancement of allowances എന്നാണ് പറയുന്നത്. ചില ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രിഫർ ടു ഗീവ് പേ ഹൈക്ക് ആൻഡ് ഇൻക്രിമെൻറ്റ്സ് ലിങ്ക്ഡ് വിത്ത് പെർഫോമൻസ്. അതാണ് ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവിൽ വരുന്നത്. സെക്കൻഡ് വൺ, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മെനി ഓർഗനൈസേഷൻസ് ഡിസൈൻ വേജ് ഇൻസെൻറ്റീവ് പ്ലാൻ ലിങ്കിങ് വിത്ത് പ്രൊഡക്ടിവിറ്റി അറ്റ് ഓർഗനൈസേഷൻ ഓർ ഗ്രൂപ്പ് ലെവൽ. ദെൻ ബോണസ്, അതായത് പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റീസ് വിൽ ഗീവ് എ ലംസം every year called bonus to employees. So profit is the criterion for such a payment എന്നാ പറയുന്നത്. It is an incentive offered over and above the salary to employees. Okay. Then another incentive is profit sharing. അതായത് employees are giving an opportunity to get a share in the profits of the organization over and above their salary. Okay, so this motivates employees to improve their performance for increased profit. അനദർ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, അതായത് ഇറ്റ് ഈസ് കോ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയും. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മോണിറ്ററി ഇൻസെൻറ്റീവ് ബൈ വിച്ച് ഓർഗനൈസേഷൻസ് ഓഫർ ഷെയർസ് ഓഫ് ദ കമ്പനി ടു ദിയർ എംപ്ലോയീസ് അറ്റ് എ സെറ്റ് പ്രൈസ് വിച്ച് ഇസ് ലോവർ ദാൻ ദി മാർക്കറ്റ് പ്രൈസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയും. എംപ്ലോയീസിന് എന്ത് ചെയ്യാം? കമ്പനീൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യാം അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദി മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, സോ ദിസ് ക്രിയേറ്റ്സ് എ സെൻസ് ബിലോങ്ങിങ് ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയീസ് ആസ് ദേ ആർ കൺസിഡേർഡ് ആസ് പാർട്ട് ഓഫ് ഓണേഴ്സ്. ഷെയർസ് കിട്ടുക എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ഷെയർസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. അങ്ങനത്തെ ഒരു എന്താ പറയുക, ദിസ് ഫീലിംഗ് ഓഫ് ഓണർഷിപ്പ് മേക്ക് ദം കോൺട്രിബ്യൂട്ട് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. കുറേ കമ്പനീസ് പറയുന്നുണ്ട് ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് IT ഫീൽഡ്സിലാണ് കൂടുതലായിട്ട്. വിപ്രോ, ഇൻഫോസിസ്, TCS ആൻഡ് സച്ച് അതർ കമ്പനീസ് ഹാവ് ഇംപ്ലിമെൻറ്റഡ് ദി സ്കീം. ഓക്കെ, ദെൻ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആണ് അനദർ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഇൻ ദ ഫോം ഓഫ് retirement benefits such as provident fund, pension, gratuity, etc. provide financial security to employees after retirement. Last one, perquisites. അതായത് in many organizations various perquisites and fringe benefits are given to employees. അതായത് ഈ പെർക്വിസിറ്റ്സ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗസിംഗ് സ്കീംസ്, അതായത് അങ്ങനെയുള്ള ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റി, ദെൻ വെഹിക്കിൾ അലവൻസ്, എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ എക്സെട്ര വിച്ച് ആർ ഓഫേർഡ് ഓവർ ആൻഡ് എബവ് ദിയർ സാലറി. സാലറി കൂടാണ്ട് ഇത്രയും കാര്യങ്ങളും കൂടെ ഓഫർ ചെയ്യുന്നത് കൊണ്ട് ദിസ് ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുന്ന പറയുന്നത് ഹെൽപ്സ് ടു പ്രൊവൈഡ് മോട്ടിവേഷൻ ടു എംപ്ലോയീസ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് മോട്ടിവേറ്റ്സ് വർക്കേഴ്സ് മോർ അറ്റ് ലോവർ ലെവൽ ദാൻ ദോസ് ഓഫ് ഹയർ ലെവൽ എംപ്ലോയീസ്. അപ്പോൾ ലോവർ ലെവലിലുള്ള ആളുകൾക്ക് ഈ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് നോക്കാം. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയും. ഇൻസെൻറ്റീവ്സ് വിച്ച് ആർ നോട്ട് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ആർ നോൺ ആസ് അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻ ദ ഫോം ഓഫ് മോണിറ്ററി ഐറ്റംസ് ആണ്, അതായത് മണി രൂപത്തിലാണ് കൊടുക്കുന്നത്. അങ്ങനത്തെ അല്ലാത്തതിനെയാണ് നോൺ മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദർ ആർ സർട്ടൻ നീഡ്സ് വിച്ച് ആർ സൈക്കോളജിക്കൽ, സോഷ്യൽ ഓർ ഇമോഷണൽ ഇൻ ക്യാരക്ടർ. അതായത് മനുഷ്യന്മാരാവുന്ന സമയത്ത് അവർക്ക് പല ആവശ്യങ്ങളുണ്ടാവും, പല നീഡ്സ് ഉണ്ടാവും. സൈക്കോളജിക്കൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, അങ്ങനെയുള്ള എന്താ പറയുക കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അതാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ ചെയ്യുന്നത്. അതായത് ഇഫ് ആൻ എംപ്ലോയി ഈസ് ഗിവൺ ആൻ ഇൻക്രീസ് ഇൻ അതോറിറ്റി, പ്രൊമോഷൻ, റെക്കഗ്നേഷൻ, പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എക്സെട്ര, ഇറ്റ് സാറ്റിസ്ഫൈസ് ഹിം സൈക്കോളജിക്കലി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സൈക്കോളജിക്കൽ നീഡ്സ് എന്താക്കുക സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. അതാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ ചെയ്യുന്നത്. സോ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആർ ഫസ്റ്റ് വൺ സ്റ്റേറ്റസ്. സ്റ്റേറ്റസിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എംപ്ലോയീസിനെ എങ്ങനെ കൊടുക്കുക, ഒരു എന്താ പറയുക റാങ്കിങ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ദ അതോറിറ്റി, റെക്കഗ്നേഷൻ, പേ, പെർക്വിസിറ്റ്, റിവാർഡ് എക്സെട്ര ഇൻഡിക്കേറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ.
ഓക്കെ, അപ്പോൾ സ്റ്റേറ്റസ് ഫുൾഫിൽ സൈക്കോളജിക്കൽ സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് മേ ഡിഫർ ഫ്രം ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ. അവിടുത്തെ ആ ഒരു എന്താ പറയുക അന്തരീക്ഷം ഒരു ഓർഗനൈസേഷനുള്ള പോലെ ആയിരിക്കില്ല വേറൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ എൻ ഓർഗനൈസേഷൻ ആസ് എ കമ്പയർഡ് ടു അതേഴ്സ്. അതായത് ദിസ് ഇൻഫ്ലുവൻസസ്, അതായത് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എൻ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ ഓട്ടോണമി, കൺസിഡറേഷൻ ടു എംപ്ലോയീസ്, റിവാർഡ്സ് എക്സെട്ര. ഇഫ് മാനേജേഴ്സ് ടേക്സ് എ പോസിറ്റീവ് അപ്രോച്ച് വിത്ത് ദീസ് ആസ്പെക്ട് ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് എന്താ പറയുക ഫേവറബിൾ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. അതായത് ഞങ്ങൾക്ക് ഇനി അവിടെ വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് എംപ്ലോയീസിൽ ഉണ്ടാക്കിയെടുക്കണം, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അതായത് എംപ്ലോയീസ് വാണ്ട്സ് ടു ഗ്രോ ടു ഹയർ ലെവൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ ഇഫ് എംപ്ലോയീസ് ആർ പ്രൊവൈഡർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദെയർ കരിയർ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, ദേ ഫീൽ വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആൻഡ് കമ്മിറ്റഡ് ടു ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പം എംപ്ലോയീസിന് അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയീസിനൊരു മോട്ടിവേഷനാണെന്നാണ് പറയുന്നത്. അപ്രോപ്രിയേറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അതേപോലെ സൗണ്ട് പ്രൊമോഷൻ പോളിസി, ഓൾ ദീസ് എൻകറേജസ് എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദിയർ പെർഫോമൻസ്. ദെൻ അനദർ വൺ ഇസ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയും. ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ അനദർ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് ഇൻ വിച്ച് ജോബ് ഓഫ് എ വർക്കർ ക്യാൻ ബി എൻറിച്ച്ഡ്. എങ്ങനെ? ബൈ ഇൻക്രീസിങ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ്, ഗിവിങ് ഹിം ആൻ ഇമ്പോർട്ടൻറ്റ് ഡെസിഗ്നേഷൻ, increasing the content and nature of the work. This way, efficient worker can get challenging jobs in which they can prove their worth. So this is also എന്താ പറയുക helps in the greatest motivation of the efficient employees എന്നാണ് പറയുന്നത്. ദെൻ എംപ്ലോയി റെക്കഗ്നേഷൻ പ്രോഗ്രാംസ് വരുന്നുണ്ട്. എംപ്ലോയി റെക്കഗ്നേഷൻ പ്രോഗ്രാംസിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്നത് അക്നോളജ്മെൻറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ഗുഡ് പെർഫോമൻസ് ഇസ് കോൾഡ് റെക്കഗ്നേഷൻ. അതായത് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് എന്താക്കുക അപ്രിഷ്യേറ്റ് ചെയ്യുക. ഇറ്റ് ഇൻസ്പയേഴ്സ് ടു ഇംപ്രൂവ് ദിയർ പെർഫോമൻസ്. അതായത് റെക്കഗ്നേഷൻ മോട്ടിവേറ്റ്സ് പീപ്പിൾ ബൈ സാറ്റിസ്ഫൈങ് ദിയർ ഈഗോ നീഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയി റെക്കഗ്നേഷനുള്ള എക്സാമ്പിൾസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. കൺഗ്രാജുലേറ്റിംഗ് എൻ എംപ്ലോയി ഫോർ ഹിസ് ഗുഡ് വർക്ക്, അല്ലെങ്കിൽ ഡിസ്പ്ലേയിങ് ഓൺ ദ നോട്ടീസ് ബോർഡ് ഓർ ഗിവിങ് ദ ഇൻ ദ ന്യൂസ് ലെറ്റർ ഓഫ് ദ കമ്പനി അബൌട്ട് ഗുഡ് പെർഫോമൻസ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ഓഫ് എൻ എംപ്ലോയി. അതായത് അതൊക്കെ കാണുന്ന സമയത്ത് തന്നെ എംപ്ലോയീസിനൊരു മനസ്സിലൊരു ലഡു പൊട്ടും. മനസ്സിലായല്ലോ, ഇത്രയും അംഗീകരിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, സോ ഗിവിങ് ക്യാഷ് അവാർഡ്സ് ഓർ സർട്ടിഫിക്കറ്റ്സ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ്. ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് അതിലൊരു എന്താ പറയുക ക്യാഷ് അവാർഡോ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്ത് അവരൊന്ന് റെക്കഗ്നൈസ് ചെയ്യുക. പിന്നെ റിവാർഡിങ് ആൻ എംപ്ലോയി ഫോർ ദ ബെസ്റ്റ് സജഷൻ മെയ്ഡ്. ഓക്കെ, ഈ രീതിയിലൊക്കെ എന്താക്കാന്നാണ് പറയുന്നത്, അവരെ പ്രൈസ് ചെയ്യുക. ഓക്കെ, ദ പ്രൈസ് ഓർ റെക്കഗ്നേഷൻ ഇസ് an important non-financial incentive which satisfies the ego needs of the employees എന്നാ പറയും. Then another non-financial incentive is job security. ജോബ് സെക്യൂരിറ്റിയിൽ എന്താ വരുന്നത് വെച്ചാൽ സെക്യൂരിറ്റി ഓഫ് ദിയർ സർവീസ്. അതായത് ജോബ് സെക്യൂരിറ്റി ഈസ് എൻ ഇൻസെൻറ്റീവ് വിച്ച് പ്രൊവൈഡ്സ് ഗ്രേറ്റ് മോട്ടിവേഷൻ ടു എംപ്ലോയി. അതായത് ഇഫ് ജോബ് ഇസ് ഇൻ സെക്യൂർഡ് ഹി വിൽ പുട്ട് മാക്സിമം എഫേർട്സ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻ്റർപ്രൈസ് എന്നാണ് പറയുന്നത്. അപ്പം ജോബ് സെക്യൂരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഇന്ത്യ ബിക്കോസ് ഓഫ് വൈഡ് സ്പ്രെഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഹവർ ദർ ഇസ് വൺ നെഗറ്റീവ് ആസ്പെക്റ്റ് ഓൾസോ. അതായത് എംപ്ലോയീസ് മേ ബിക്കം കോംപ്ലിസൻറ്റ് വെൻ ദേ ഫീൽ ദാറ്റ് ദേ ആർ നോട്ട് ലൈക്ലി ടു ലൂസ് ദെയർ ജോബ്. അതായത് എന്ത് തന്നെ വന്നാലും ഞങ്ങളെ ജോലി നഷ്ടപ്പെടാൻ പോണില്ല എന്നുള്ള ആ ഒരു എന്താ പറയുക അഹങ്കാരം എംപ്ലോയീസിൻ്റെ മനസ്സിൽ വരികയും ചെയ്യും. ആ ഒരു ഡ്രോബാക്ക് ഇതിനുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, എംപ്ലോയി ഇഫ് ഹിസ് ജോബ് ഇസ് സെക്യൂർഡ് ഹി വിൽ പുട്ട് മാക്സിമം എഫേർട്സ് ടു അച്ചീവ് ദി objectives of the enterprise എന്നാണ് പറയുന്നത്. This also help since he is very far off from mental tension and he can give his best to the enterprise.
നെക്സ്റ്റ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, അതായത് സജഷൻ സ്കീം എന്നാണ് അതിൽ പറയുന്നത്. അതായത് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ഇൻവോൾവിങ് എംപ്ലോയീസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് it is a management action to secure the cooperation, commitment and contribution of employees for the achievement of organizational goals. ഓക്കെ, എംപ്ലോയീസിൻ്റെ സജഷൻസ് എടുത്തുകൊണ്ട് മുന്നേറുക. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ദിസ് ഇൻകൾക്കേറ്റ് എ സ്പിരിറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ എംപ്ലോയീസ്. ദിസ് ക്യാൻ ബി ഡൺ ബൈ പബ്ലിഷിംഗ് വേരിയസ് ആർട്ടിക്കിൾസ് റിട്ടൺ ബൈ എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെൻറ്റ് വിച്ച് ക്യാൻ ബി പബ്ലിഷ്ഡ് ഇൻ വേരിയസ് മാഗസീൻസ് ഓഫ് ദി കമ്പനി. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എംപ്ലോയി എംപവർമെൻറ്റ്. എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഗിവിങ് മോർ ഓട്ടോണമി, പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു subordinates. So this makes them feel that what they contribute towards the organization through their jobs is important. Okay, so these are the different ways of non-financial incentives, important non-financial incentives. നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നുള്ളത്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എന്താ പറയുക, ഇൻസെൻറ്റീവ് ഇൻ ഡയറക്റ്റ് മോണിറ്ററി ഫോം അല്ലെങ്കിൽ മെഷറബിൾ ഇൻ മോണിറ്ററി ഫോം എന്നുള്ളത്. നേരെ മറിച്ച് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസെൻറ്റീവ്സ് വിച്ച് ആർ നോട്ട് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്? ഇറ്റ് മോട്ടിവേറ്റ്സ് വർക്കേഴ്സ് അറ്റ് ലോവർ ലെവൽ. നേരെ മറിച്ച് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആരെ ഉദ്ദേശിച്ചും കൊണ്ടുള്ളതാണ്? എംപ്ലോയീസ് അറ്റ് ഹയർ ലെവൽ. ദെൻ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? പേ ആൻഡ് അലവൻസസ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിങ് എക്സെട്ര. ഓക്കെ, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്റ്റേറ്റസ് റെക്കഗ്നീഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് സെക്യൂരിറ്റി എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക എന്താണ് എംപ്ലോയി ബൈ മോട്ടിവേഷൻ എന്നുള്ളതും ഏതൊക്കെയാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ്. ഓക്കെ.